Good morning, students. Adutha university question aanu. If z is equal to x square y, x is equal to t square, y is equal to t cube. Find dz by dt using chain rule. ഇത് ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTUI ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ z നമുക്ക് രണ്ട് വേരിയബിളാണ് തന്നിരിക്കുന്നത്. z രണ്ട് വേരിയബിൾ x y. x തന്നിരിക്കുന്ന ഒരു വേരിയബിളാണ് t. X in terms of t rho. ഈ ഫിഗർ നോക്കിയിട്ട് നമ്മൾ ഇതിന്റെ ഫോർമുല എഴുതുക dz by dt. z നമ്മൾ ആദ്യം x z containing two variable x and y. Therefore we take partial derivative dou z by dou x into x containing only one variable t. Therefore we take dx by dt plus ഇതേപോലെ തന്നെ y വെച്ച് ചെയ്യുമ്പോഴോ dou z by dou y into dy by dt. ഇത് നമ്മൾ ഈ വാല്യൂസ് എല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് z എന്ന് പറഞ്ഞാൽ എന്താണ്? x സ്ക്വയർ y. അപ്പോ dou z by dou x എന്തായിരിക്കും? ഈ x സ്ക്വയർ എന്ന ഫംഗ്ഷനെ x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 2xy. ഇതിനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dou z by dou y എന്തായിരിക്കും? x സ്ക്വയർ into 1. ഇനി അതുപോലെ തന്നെ x is equal to t സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ dx by dt എന്തായിരിക്കും? dx by dt 2t. y is equal to t ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ dy by dt എന്തായിരിക്കും? 3t സ്ക്വയർ. അപ്പൊ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കണ്ടുപിടിച്ചു. ഇനി ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dou z by dou x എന്താണ്? 2xy. dx by dt എന്താണ്? 2t plus dou z by dou y എന്താണ്? x സ്ക്വയർ. dy by dt എന്താണ്? 3t സ്ക്വയർ. ഇതെല്ലാം വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആൻസർ ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് ടി സ്ക്വയറും വൈയുടെ സ്ഥാനത്ത് ടി ക്യൂബും കൊടുക്കും. അപ്പൊ നോക്കാം 2 into എക്സിന്റെ സ്ഥാനത്ത് ടി സ്ക്വയർ, വൈയുടെ സ്ഥാനത്ത് ടി ക്യൂബ്. എക്സിന് പകരം ടി സ്ക്വയർ കൊടുത്തു, വൈക്ക് പകരം ടി ക്യൂബ് കൊടുത്തു ഇൻറ്റു 2t പ്ലസ് എക്സിന്റെ സ്ഥാനത്ത് ടി സ്ക്വയർ, അപ്പോൾ ടി സ്ക്വയർ ഹോൾ സ്ക്വയർ 3 into ടി സ്ക്വയർ. നോക്കാം ഇവിടെ 2 into 2 4 ടി സ്ക്വയർ 3 2 5 1 6 ടി റേസ് ടു 6 എന്ന് വരും. 3 2 5 1 6. ഇവിടെ ടിയുടെ പവർ 1 ആണ്. 3 2 5 4 4 ടി റേസ് ടു 6 വരും. ഇവിടെ രണ്ടാമത്തിലേക്ക് കടക്കുമ്പോഴോ ടി റേസ് ടു 4 into 3t square. That is 4t raised to 6 plus ഇവിടെ നമുക്ക് 3t raised to 6 വരും. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 7t raised to 6 വരും. അപ്പോൾ dz by dt യുടെ ആൻസർ നമുക്ക് എത്രയാണ് കിട്ടിയത്? 7t raised to 6. ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഫോർമുല എഴുതണം. ഫോർമുല എഴുതുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കുക. ആ ഫിഗറിൽ നോക്കിയിട്ട് വേണം നമ്മൾ ഫോർമുല എഴുതാനായിട്ട്. ആ ഫോർമുല ഫിഗറിൽ നോക്കി എഴുതുമ്പോൾ നമ്മൾ dz by dt കാണുമ്പോൾ ആദ്യം നമ്മൾ z-നെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു x. എന്തുകൊണ്ടാണ്? z containing two വേരിയബിൾ. അതുകൊണ്ടാണ് dou z by dou x കൊടുത്തത്. അതിനുശേഷം എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dx by dt. കാരണം എന്താണ്? x containing only one variable. അപ്പോൾ dou z by dou x into dx by dt plus y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴോ dou z by dou y into dy by dt. എന്നിട്ട് ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ കണ്ടുപിടിച്ച dou z by dou x ഉം dou z by dou y ഉം dx by dt യും dy by dt യും എല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആഫ്റ്റർ ദ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ആൻസർ അവസാനം നമുക്ക് കിട്ടേണ്ട ആൻസർ ഇൻ ടേംസ് ഓഫ് ടിയിലാണ് ആൻസർ കിട്ടേണ്ടത്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ടി സ്ക്വയർ കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് ടി ക്യൂബ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവസാനം സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 7t raised to 6. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.